ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പിക്സൽ സീരീസുകൾക്കും നമുക്ക് ഒക്ടോബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ പിക്സൽ 10 ആണ്. നമുക്കിതിൽ ഞാൻ ആക്ച്വലി അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് വല്ലതുണ്ടോ, അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിങ്ങൾ ഓൾറെഡി ഒരു പിക്സൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പിക്സലിലും മോസ്റ്റ്ലി വന്നിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിക്സൽ 9ഉം പിക്സൽ 8ഉം. അത് പിക്സൽ 9ഉം പിക്സൽ 8ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാനുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഓപ്ഷൻസ് വന്നോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ മെനു സിസ്റ്റം ഒക്കെ കുറേയൊക്കെ ഒരു മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അബൌട്ട് ദ ഡിവൈസ് എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഇപ്പോൾ ആക്ച്വലി താഴെ വരുന്നത് ഡിവൈസ് ഹെൽത്ത് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓരോ സെക്ഷനിൽ വരിക. അതിലാണ് നമുക്ക് സിസ്റ്റം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയുണ്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ സാധനം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉണ്ട് ഫോർ ക്ലോസർ ആവുന്നുണ്ട്. ഉണ്ട് ഇപ്പോൾ ഈ സെറ്റിങ്സ് പേജ് ക്ലോസ് അയക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പേജാണ് ഇപ്പോൾ അബൌട്ട് ദി ഡിവൈസ് എന്ന് പറഞ്ഞ വരുന്നത്. ഇതിൽ നമുക്ക് ഓവറോൾ ഹെൽത്ത് എന്നുള്ളതൊക്കെ ഒരു ചെക്ക് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഹെൽത്ത്, ഡിവൈസ് ഹെൽത്ത്, ഡിവൈസ് ടെമ്പറേച്ചർ, സ്റ്റോറേജ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ഇവിടെയാണ് വരിക. കണ്ടോ, അപ്പോൾ ലേറ്റസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൽ പിന്നെ വാറണ്ടി ആക്റ്റീവ് ആണോ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ടോ. പർച്ചേസ് ഡേറ്റ് സംഭവങ്ങളെല്ലാം കാണിക്കും. IMEI നമ്പർ എല്ലാ സംഭവങ്ങളും ഇത് കാണിക്കും. റിപ്പയറിൻ്റെ ഓപ്ഷൻസ് ആളൊക്കെ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഇത് നിങ്ങൾ കുറേ പേര് ഈ പിക്സൽ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ സാംസങ് ഫോണൊക്കെ ആഫ്റ്റർ അപ്ഡേറ്റ് ശേഷം ഭയങ്കര ലാഗി കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്നുവെച്ചാൽ പിക്സൽ യൂസ് ചെയ്യാത്ത ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അവരുടെ വിചാരം ഇത് ഭയങ്കര ലാഗി ആയിട്ടുള്ളൊരു ഡിവൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, പിക്സൽ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ പ്രൊസസ്സർ ഒന്നല്ല. ഒരു മീഡിയം ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഇറങ്ങുന്ന ഫോണുകളുടെ ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവരുടെ വിചാരം എന്ന് പറയുന്നത് അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് ലാഗാവും, അപ്ഡേറ്റ്സ് വരുമ്പോൾ ഒക്കെ ലാഗാവും എന്നൊക്കെയാണ്. നിങ്ങൾ ഓൾറെഡി ഒരു പിക്സൽ ഫോൺ യൂസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുണ്ടാവുള്ളൂ. ഈ സാധനം ഭയങ്കര ബട്ടർ സ്മൂത്താണ്. അത് ലാഗ് എന്ന് സാധനമേ കാണാൻ പറ്റില്ല. പറയുമ്പോൾ എൻ്റെ ഈ എന്താ പറയുക, വിവോൻ്റെ X200 പ്രോയിലടക്കം എന്താ പറയുക സ്റ്റക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റക്കല്ല എന്താ പറയുക ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സാംസങ്ങിലായിക്കോട്ടെ എല്ലാത്തിലും. ഇപ്പോൾ OnePlus സ്നാപ്ഡ്രാഗൺ 8 വരുന്ന OnePlusൻ്റെ ഫോൺ ഏതിലായാലും നമുക്ക് ഇതുപോലെ സംഭവങ്ങൾ വരാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ പിക്സൽ 7 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 8 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 9 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എന്നിട്ട് 10ലേക്ക് മാറിയത്. അപ്പോൾ 10 ഇതുവരെ നമ്മൾ പിക്സലിൽ എന്താ പറയുക അതുപോലെ ഷട്ടർ ലാഗല്ല എന്താ ലാഗ് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുക അല്ലെങ്കിൽ സ്റ്റക്ക് ആവുക അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഇതിലോട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും നേരത്തെ ആ സെറ്റിങ്സ് പേജ് ക്ലോസർ ആവുന്നത്. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും ആ പേജ് ക്ലോസ് ആയില്ലേ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇവരുടെ ഭയങ്കര ഒരു ഒപ്റ്റിമൈസേഷൻ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഡയറക്റ്റ് ഗൂഗിളാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഭയങ്കര ബട്ടർ സ്മൂത്താണ്. അതിൽ എന്താ പറയുക, ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഭയങ്കര എന്താ പറയുക പെർഫോമൻസ് ഡ്രോപ്പോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഉപയോഗിക്കാത്ത ആൾക്കാരുടെ വിചാരമാണ്. ഇത് രണ്ടെണ്ണത്തിലും ഞാൻ ആക്ച്വലി ആമസോൺ തുറന്ന് കാണിച്ചു തരാം. 2 ടൈമിലും മാറിപ്പോയി. ആയി തന്നെ ഇതിൻ്റെ എല്ലാ സാധനവും ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. അതൊക്കെ ക്ലോസ് ചെയ്യട്ടെ. ഇതിലും കുറേ എണ്ണം ഓപ്പൺ ആയി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലും ആമസോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് രണ്ടെണ്ണം ഒരേ ടൈം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഭയങ്കര പാടാണ്. കണ്ടോ, വലിയ ഡിഫറൻസോ സംഭവങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ലോഡാവാനുള്ള ടൈം ആവും അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ആപ്സുകൾ ഉപയോഗിച്ച് കാണിച്ചു തരാം. രണ്ടെണ്ണത്തിലും വേറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ വേറെ ഏതാ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യാം. എന്താ കണ്ടോ, ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 ആണ് നിങ്ങൾ ഓർക്കണേ. പിന്നെ ഏതാ നോക്കുക, രണ്ടെണ്ണത്തിലുള്ളത്. പിന്നെ ഏതാ പറഞ്ഞേ, മേക്ക് മൈ ട്രിപ്പ് ഇല്ലുണ്ടോ നോക്കട്ടെ. ഇല്ല, മേക്ക് മൈ ട്രിപ്പ് ഇല്ല. നമുക്ക് എന്തായാലും ഗൂഗിളിൽ പോയിട്ട് എന്തായാലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് രണ്ടെണ്ണത്തിലും യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാട്ടാ. ഉണ്ടോ, വലിയൊരു ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അറിയില്ല. ഇത് ലാഗോ സംഭവമൊന്നും വരുന്നില്ല കേട്ടോ. പറയുമ്പോൾ ഈ പ്രൈസിന് ഇത് ജസ്റ്റിഫൈഡ് എന്നല്ലെന്ന് വെച്ചാൽ ഇവരുടെ ബസ്സിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതിൻ്റെയും ബസ്സിൽ നോക്കി. അതുപോലെ തന്നെ ഇത് LTPO അല്ല ഈ പ്രൈസായിട്ട് പോലും. ഇവരുടെയും ബസ്സിൽ ഉണ്ട്. ഇതിൽ ബസ്സിൽ ഉണ്ടെന്ന് തന്നെ അറിയില്ല. OnePlusൻ്റെ ഇതിലുണ്ട്, ബസ്സിൽ കണ്ടുണ്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയുന്നില്ല. പക്ഷേ
കുറേ പേര് എന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ അവരുടെ വിചാരം പിക്സൽ എന്ന് പറയുന്നത് എന്താ പറയുക ലാഗി ഫോണാണ്, ഭയങ്കര എന്താ പെർഫോമൻസ് സാധനം ഇല്ലാത്ത ഫോൺ എന്നൊക്കെയാണ്. അത് ഉപയോഗിച്ച ആൾക്കാർക്ക് തന്നെ അറിയുള്ളൂ. ഭയങ്കര സ്മൂത്താണ് സാധനം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 പോലും ഫ്രീസോ ലാഗോ അതൊക്കെ ആവാറുണ്ട്. പക്ഷേ പിക്സൽ ഡിവൈസുകൾക്ക് ഞാൻ ഇതുവരെയായിട്ട് സംഭവം എൻ്റെ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 സീരീസ് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടത്. കൊണ്ടാണ് പിന്നെയും അടുത്ത മോഡൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുപോലെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഞാൻ ഐഫോണും ഒരു 3 കൊല്ലം ഉപയോഗിച്ചാണ്. എന്നിട്ടാണ് ഞാൻ പറയാറ് ഐഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് പറയാലോ. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. പ്രത്യേകിച്ച് iOS 18 ഇറങ്ങിയതിന് ശേഷം നല്ല കൂതറ സാധനമായി. ഇപ്പോൾ കണ്ടില്ലേ 26 ബഗ്സുകൾ. ഇതിനായിട്ടും ഭേദം ഏതെങ്കിലും ലോക്കൽ ചൈനീസ് എന്താ പറയുക UIൻ്റെ ഇപ്പോൾ ഇറക്കുമായിരുന്നു. അമ്മാരി ബഗ്സുകളും ഇതൊക്കെയാണ് ലീക്സുകളൊക്കെയാണ് സാധനത്തിൽ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞാൻ ചുമ്മാ വന്ന് വീഡിയോ പറയാറില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുപോലെ തന്നെയാണ് പിക്സലിൻ്റെ കാര്യം പറയാറുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി പിക്സൽ 9 ആണെന്നുണ്ട്. പിക്സൽ 9 സെൽ ചെയ്യാനായിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ 2-3 കമൻറ്റ് വന്നതാണ് ഇതുപോലെ ഈ പിക്സലൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമെന്ന്. അത് പിക്സൽ യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, അവരോട് ചോദിച്ചാൽ അറിയാം. അല്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. പിന്നെ പിക്സൽ 9 നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഡീലിലാണ് ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യേണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ടെന്നുണ്ട് 50 രൂപയ്ക്ക് സംതിങ് ഒക്കെ. 50 രൂപയിലും വലിയ മോശമൊന്നുമില്ല കേട്ടോ പിക്സൽ 9. പിന്നെ ഫ്ലിപ്കാർട്ടിലായതുകൊണ്ടാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളൊരു പിക്സൽ ഡിവൈസ് യൂസർ ആണെങ്കിൽ ഒന്ന് നോക്കണ്ട, അപ്ഡേറ്റ് ചെയ്തോ. എന്താ പറയുക ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവമൊന്നും ഇതുവരെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്താ പറയുക, ഇത് പിന്നെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അപ്പോൾ വലിയ സംഭവമൊന്നും എന്താ പറയുക പെർഫോമൻസോ ലാഗോ സംഭവമൊന്നുമില്ല. പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലറിയാവുന്ന പോലെ തന്നെ പിക്സലിൽ കുറേ നിങ്ങൾക്ക് എന്താ പറയുക ക്യാമറ കോച്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ശരിക്കും ആക്ച്വലി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ആഫ്റ്റർ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ കൂടെ ഇതിൻ്റെ കുറേ മോഡ്യൂൾസും ആപ്സുകളും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അത് ഇതേ സെയിം പരിപാടി തന്നെയാണ് സാംസങ്ങിനും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഹൈലി റെക്കമെൻഡ് ആണ്, അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പോലെ മൈൻഡപ്പ് ചെയ്യാം.